തിരുവനന്തപുരം പാപ്പനംകോടുള്ള സ്വകാര്യ ഇൻഷുറൻസ് സ്ഥാപനത്തിലെ തീപിടുത്തത്തിൽ 2 പേർ മരിച്ച സംഭവം നാടിനെ നടുക്കിയതാണ്. ഓഫീസിൽ കയറി ജീവനക്കാരിയായ വൈഷ്ണയെ തീവെച്ചത് രണ്ടാം ഭർത്താവായ ബിനുകുമാറാണെന്ന സംശയം ബലപ്പെടുത്തുന്ന കൂടുതൽ തെളിവുകൾ പോലീസിന് ലഭിച്ചു. ബിനു വീടിന് സമീപത്ത് നിന്ന് ഓട്ടോയിൽ കയറി ഇൻഷുറൻസ് ഓഫീസിന് സമീപം ഇറങ്ങിയതിൻ്റെ CCTV ദൃശ്യങ്ങളാണ് ലഭ്യമായത്. ബിനുവിൽ നിന്ന് ഭീഷണി ഉണ്ടായിരുന്നുവെന്നും വിവാഹമോചന നടപടികൾ നടക്കുകയായിരുന്നുവെന്നും വൈഷ്ണയുടെ സഹോദരൻ വിഷ്ണു പറഞ്ഞു. വൈഷ്ണയെ കത്തികൊണ്ട് കുത്തിയ ശേഷം തീ കൊളുത്തി കൊന്നതാകാമെന്നാണ് പോലീസ് നിഗമനം. മരിച്ച രണ്ടാമത്തെയാൾ ബിനുവാണോ എന്ന് DNA പരിശോധനയുടെ മാത്രമേ കണ്ടെത്താൻ കഴിയൂ. ബിനുവിൽ നിന്ന് വൈഷ്ണയ്ക്ക് ഭീഷണിയുണ്ടായിരുന്നെന്ന സഹോദരൻ വിഷ്ണു പറഞ്ഞു. ഭീഷണി ഉണ്ടായിരുന്നു. ഭീഷണി ഇൻ ദ സെൻസ് അവള് 2-3 പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മളെ ഇൻഷുറൻസ് ഇപ്പം കത്തി നശിച്ചില്ലേ, അവിടെ തന്നെ 2-3 പ്രാവശ്യം പുള്ളി പോയിട്ട് അവിടെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ലാസ്റ്റിൽ അവസാനം ഒരു പ്രാവശ്യം നിയമം പോലീസ് സ്റ്റേഷനിൽ ഒരു പ്രാവശ്യം കേസുമായിട്ടുണ്ട്. അതിപ്പോ 5 മാസം കൂടുതലായി. ഒഫീഷ്യലി ഡിവേഴ്സിന്റെ ഒരു സെറ്റപ്പ് ആയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അതിന്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അടുത്തൊരു മാസം കൂടെ ആകുമ്പോൾ ഡിവേഴ്സ് പൂർത്തിയാവുമായിരുന്നു. പുള്ളി ഒരു പ്രാവശ്യം ഓഫീസിൽ വന്നിട്ട് ഇവളുടെ മൊബൈലൊക്കെ എറിഞ്ഞ് പൊട്ടിച്ച് അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് പാപ്പനംകോട്ടെ ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനിയുടെ ഏജൻസി ഓഫീസിൽ തീപിടുത്തമുണ്ടായത്. വൻ പൊട്ടിത്തെറി കേട്ടെന്നും പിന്നാലെ സ്ഥാപനത്തിൽ നിന്ന് തീയും പുകയും ഉയരുന്നത് കണ്ടുവെന്നുമാണ് സമീപവാസികളുടെ മൊഴി. തുടർന്ന് തീ അണച്ചതോടെയാണ് കത്തി നശിച്ച സ്ഥാപനത്തിനുള്ളിൽ 2 മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. മരിച്ചവരിൽ ഒരാൾ സ്ഥാപനത്തിലെ ജീവനക്കാരിയായ തിരുവനന്തപുരം തോന്നയ്ക്കൽ സ്വദേശിനി വൈഷ്ണയാണെന്ന് പ്രാഥമിക ഘട്ടത്തിൽ തന്നെ വ്യക്തമായി. രണ്ടാമത്തെയാൾ പുരുഷനാണെന്ന് മനസ്സിലായെങ്കിലും ആരെന്ന് തിരിച്ചറിയാനായിട്ടില്ല. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് തീപിടുത്തം ആസൂത്രിതമെന്ന സംശയത്തിലേക്ക് പോലീസ് എത്തിയത്. രാവിലെ വൈഷ്ണയുടെ രണ്ടാം ഭർത്താവ് തിരുവനന്തപുരം നരുവാമൂട് സ്വദേശി ബിനുകുമാർ സ്ഥാപനത്തിലെത്തി ബഹളമുണ്ടാക്കിയെന്ന സംശയമുണ്ടായതോടെ പോലീസ് ഇയാളെ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടങ്ങി. ചൊവ്വാഴ്ച രാവിലെ മുതൽ ഇയാളെ കാണാനില്ലെന്നും ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നുമുള്ള വിവരങ്ങളാണ് പോലീസിന് ലഭിച്ചത്. ഇതോടെ കൊല്ലപ്പെട്ട രണ്ടാമത്തെയാൾ ബിനുകുമാർ തന്നെയാണോ എന്ന സംശയത്തിലാണ് പോലീസ്. പൂർണ്ണമായും കത്തിക്കരിഞ്ഞ മൃതദേഹം ബന്ധുക്കൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. മരിച്ചത് ബിനുവാണോ എന്ന DNA പരിശോധനയിലൂടെ ഉറപ്പിക്കാനാണ് പോലീസ് ശ്രമം. സ്ഥാപനത്തിൽ നിന്ന് ഒരു കത്തിയും ഒഴിഞ്ഞ കുപ്പിയും കണ്ടെടുത്തിട്ടുണ്ട്. വൈഷ്ണയെ കുത്തിക്കൊലപ്പെടുത്തിയ ശേഷം കുപ്പിയിൽ കരുതിയിരുന്ന പെട്രോളോ മണ്ണെണ്ണയോ ഉപയോഗിച്ച് തീ കൊളുത്തിയതാകാം എന്നാണ് പോലീസ് കരുതുന്നത്. ബിനു വീടിന് സമീപത്തു നിന്നും ഓട്ടോറിക്ഷയിൽ കയറി ഇൻഷുറൻസ് ഓഫീസിന് സമീപം ഇറങ്ങിയതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇതിനിടെ ബിനു ഒരു സുഹൃത്തിനെ വിളിച്ച് പറഞ്ഞ കാര്യങ്ങളും കേസിൽ നിർണായകമാണെന്നാണ് സൂചന. സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ആദ്യ ഭർത്താവുമായി പിരിഞ്ഞു കഴിയുകയായിരുന്ന വൈഷ്ണയോടൊപ്പം 4 വർഷം മുൻപാണ് ബിനുകുമാർ താമസം ആരംഭിച്ചത്. ബിനു ഉപദ്രവിക്കുന്നത് പതിവായതോടെ ഇയാളുമായി അകന്നു കഴിയുകയായിരുന്നു. ഇത് സംബന്ധിച്ച് 6 മാസം മുൻപ് നേമം പോലീസിൽ വൈഷ്ണ പരാതി നൽകിയിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം.